വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ വഴികളിൽ ചരിക്കുന്നവർക്ക് അവിടുന്ന് കരുണ വർഷിക്കുമെന്നുറപ്പു തരുന്ന വേദഭാഗമാണ് യേശയ്യാ 49 അധ്യായം 13, 15, 16 തിരുവചനങ്ങൾ. ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തുപാടുക. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെക്കുറിച്ച് അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഭാരമായ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ അനുഭവിച്ച സങ്കടങ്ങളെ തേക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും അങ്ങേ കോപത്തെ നീക്കി അരുളണമേ. ആമേൻ.